എന്റെ പട്ടി ഷോ അഴിഞ്ഞാട്ടം എനിക്കൊന്നും പറയാനില്ല. ഒരിക്കലും ബസ് കയറും. AJP അലൻ ജോസിനെ പോലെ ക്യൂട്ടാണോ? നീ AJP അലൻ ജോസ് ആണെന്ന് കണ്ടാലും പറയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്യാമറമാൻ ഞാനാണ് കേട്ടോ. ക്യാമറമാൻ ആരാണ്? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പൊ രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി കഴിഞ്ഞപ്പോ വന്നതേ ഉള്ളൂ. കണ്ടില്ലേ ഈ കോപ്രാണ് എന്റെ പട്ടി ഷോ അഴിഞ്ഞാട്ടം AJP ഫാനാണോ നീ? അലൻ ജോസിന്റെ ഒരു വല്ലാത്തൊരു ഫാനാണ് കേട്ടോ. എനിക്ക് ഭാവിയിൽ അലൻ ജോസിനെ പോലെ ആവണമെന്നാണ് ആഗ്രഹം. ആണല്ലേ? ഇവിടെ വേറെ ആള് വന്നപ്പോ തൊട്ടാണ് കിടപ്പാണ്. കണ്ടില്ലേ? പുതിയ വീഡിയോ കിടപ്പാണ്. എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്റെ ഒരു കൂട്ടുകാരനാ. അങ്ങനെയൊന്നുമില്ല, അറിയും, അത്രേ ഉള്ളൂ. ചാച്ചൻ പറയണോ? ചാച്ചൻ എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ചാച്ചൻ നാട്ടിൽ പോയിട്ട് ബസ്സിൽ കയറിയായിരുന്നു? ഞാൻ ബസ്സിൽ കയറിയേ ഇല്ല, ഇനിയോട്ട് കയറത്തുമില്ല. ഒരിക്കലും ബസ്സിൽ കയറില്ല. അങ്ങനെ പറയല്ലേ, നമ്മള് പുതിയ തലമുറയ്ക്ക് വേണ്ടിട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് ചാച്ചൻ എന്താണ് പറയാനുള്ളത്? ഒന്നും അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മെസ്സി കാർബോർഡ് കൊണ്ടുപോയാൽ മതി. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബസ്സിലൊക്കെ യാത്രയാണ്. ഇതിന്റെ പേരിൽ ആരും തളരരുത്, തെറ്റുകൾ ചെയ്യാതിരുന്നാൽ മതി. ഇത് കണ്ടില്ലേ, വന്നപ്പോ തൊട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചെറുക്കനാണ്. എന്താണ് നീ കുളിക്കാൻ പോവാത്തെ? ജിമ്മിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. നീ എപ്പോഴാണ് ജിമ്മിൽ പോയത്? നീ ഇതുവരെ ജിമ്മിൽ പോയത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പറയൂ. ഷോ പിന്നെ എപ്പോഴാണ് ജിമ്മിൽ പോയത്? അതിന് വേണ്ടിട്ടൊന്നും ഇല്ലല്ലോ. നീ ഇല്ല, പോയിട്ട് 2 ദിവസം ആയതുള്ളൂ. ആണോ? AJP അലൻ ജോസിനെ പോലെ ക്യൂട്ടാണോ? നീ AJP അലൻ ജോസ് ആണെന്ന് കണ്ടാലും പറയും. ഞാൻ പറയുന്നത് നമ്മളെ അഴിഞ്ഞാട്ട ദിലീപിനെ പോലെ ഒരാഗ്രഹം. അതെ. എന്താണ് രാത്രി കഴിക്കണത്? എന്താ മോനെ പരിപാടി എന്ന് ചോദിക്കേ. എന്താ മോനെ പരിപാടി? നിനക്ക് എന്താണ് രാത്രി എന്ത് ഫുഡ് വേണമെന്നാണ് ആഗ്രഹം? എനിക്ക് വയറൊന്നും ഇല്ലാത്തോണ്ട് കപ്സ് കഴിക്കണമെന്നാണ് ആഗ്രഹം. കപ്സ് എന്തായാലും പറ്റൂല. കപ്സ് കഴിക്കണമെന്നാണ് ആഗ്രഹം. ചാച്ച പറ ചന്ദ്രാച്ച, എന്താണ് നമുക്ക് ഇന്ന് രാത്രിത്തേക്ക്? എന്താണ് രാത്രിത്തേക്ക് നമുക്ക് നല്ല കപ്പ പുഴുങ്ങിയതും ബീഫ് കറിയുടെ കഴിക്കാം. മതി, അത് മതി. അഭിപ്രായം പറയുകയാണെങ്കിൽ പാൽക്കപ്പ കുറച്ചും കൂടി കൊള്ളാം. പാൽക്കപ്പ ആക്കി കഴിഞ്ഞാൽ തേങ്ങയുണ്ട്, ആലോചിക്കാവുന്നതാണ്. മിക്സി ഉണ്ട് അരയ്ക്കാൻ. ഞാൻ നന്നായിട്ട് തേങ്ങ തിരിവൂല, നീ നന്നായിട്ട് തള്ളുന്നുണ്ട്. അതിവിടെ എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ വൈകിട്ടത്തെ പരിപാടി അങ്ങനെ ആവട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. നമുക്കിന്ന് തിരിച്ച് റൂമിൽ പോകണം. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അവനും ഡ്യൂട്ടി ഉണ്ട്, നമ്മുടെ ചാച്ചന് നാളെ ഡ്യൂട്ടി ഉണ്ട്. റൂമിൽ പോവാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ സാധനം എടുത്തിട്ടുണ്ട്. ഒന്നുകൊണ്ട് ചാച്ചൻ പേടിക്കണം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നാളെ മറ്റന്നാളെ കേട്ട് വരുന്നതാണ്. അപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് ബസ്സിൽ വന്നെങ്കിൽ അങ്ങോട്ട് നമ്മൾ ഈ ഗാഡിയിലാണ് പോകുന്നത്. നീ ഇവിടെ ഇത്രയും സാധനം കൊണ്ടുപോകണം. എൻ്റെ അത് പറ. ഇത് ചാച്ചൻ കഷ്ടപ്പെട്ട് ഇത്രയും സാധനം കൊണ്ടുവന്നാൽ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. അതിൻ്റെ അകത്തൊരു സാധനം പോലും നീ വെച്ചിട്ടില്ലല്ലോ. മൊത്തം സാധനം നുള്ളി പറക്കൊണ്ട് പോകണതിൻ്റെ ഉദ്ദേശം എന്താണ്? ആർക്ക് കഴിക്കാൻ? നീ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതിയോ? ഇങ്ങനെ സെൽഫിഷ് ആവുന്ന എന്തിനാണ് നീ? എനിക്ക് മാത്രമല്ല, എന്നാ റൂമിൽ പോയിട്ട് എനിക്ക് സിനിമ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള അതാണ് പറഞ്ഞത്. കേറിക്കോളൂ മകനെ, കേറിക്കോളൂ. സാധനം കൊടുത്തോണ്ട് പറയുമ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാനും എൻ്റെ റൂമിൽ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.